മേരി വർഗീസ്. മേരി വർഗീസ്. ഇപ്പോൾ എന്ത് ചെയ്യുന്നു? വീട്ടിൽ ഹൗസ് വൈഫാണ്. എന്തുകൊണ്ട് മത്സരത്തിൽ പങ്കെടുക്കാമെന്ന് പെട്ടെന്ന് തോന്നി? ബൈബിളൊക്കെ ഒന്ന് പഠിക്കണമെന്നൊരാഗ്രഹമുണ്ട്. ബൈബിൾ പഠിക്കണമെന്ന് ആഗ്രഹിച്ചു. മക്കൾ ആരെങ്കിലും കൂടെ ഉണ്ടോ? ഇല്ല, മക്കളുടെ കൂടെ തന്നെയാണ് അവരെല്ലാം. ഇവിടെ വിശ്രമ ജീവിതം നയിക്കുകയാണ്. അപ്പൊ അതിനിടയിൽ ബൈബിൾ വായിക്കാനും ഒക്കെ സമയം കണ്ടെത്തി. നോക്കല്ലേ? ടെൻഷൻ അടിക്കുന്നുണ്ടോ? ചെറിയൊരു ടെൻഷനുണ്ട്. എന്തിന്? നമ്മൾ മത്സരത്തിൽ വരുന്നു, നമ്മൾ പങ്കെടുക്കുന്നു, സന്തോഷിക്കുന്നു, മടങ്ങിപ്പോകുന്നു. തോറ്റാലും ജയിച്ചാലും ഇതൊന്നൊന്നുമല്ല. ഇതിൽ എത്രയോ വലിയ പ്രശ്നങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകുന്നു. ബൈബിൾ ബ്രെയിൻസ് ഒരു ടെൻഷനായിട്ട് ആരും എടുക്കാതിരിക്കട്ടെ. ഇപ്പൊ എത്ര വയസ്സുണ്ട് ചോദിക്കാൻ പാടില്ല? 70 വയസ്സുണ്ട്. 70ാമത്തെ വയസ്സിലാണ് ഇത് മുഴുവൻ വായിച്ച് മത്സരിക്കാനായിട്ട് കടന്നു വന്നത്. യേശുവിനെ പിടിച്ചവർ യേശുവിനെ ആദ്യം കൊണ്ടുപോയത് ആരുടെ അടുത്തേക്കാണ്? ഓപ്ഷൻ എ, മഹാപുരോഹിതനായ കയ്യഫാവിന്റെ അടുക്കൽ. ഓപ്ഷൻ ബി, പിലാത്തോസിന്റെ അടുക്കൽ. ഓപ്ഷൻ സി, പുരുഷാരത്തിന്റെ നടുവിൽ. ഓപ്ഷൻ ഡി, ഹന്നാവിന്റെ അടുക്കൽ. ആരുടെ അടുക്കലാണ് ആദ്യം കൊണ്ടുപോയത്? At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണാവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക. ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്. ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽ തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9447372726 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live. ബൈബിൾ ബ്രെയിൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ബൈബിൾ വായിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ആവേശത്തിന് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വീണ്ടും കമന്റുകളായി രേഖപ്പെടുത്തുക. നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകാം, വായിക്കാം, വളരാം, ക്രിസ്തുവിൽ ഉറയ്ക്കാം. അതിനുവേണ്ടി ദൈവം സഹായിക്കട്ടെ. ഇന്നത്തെ മത്സരാർത്ഥിയെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. എന്താണ് പേര്? മേരി വർഗീസ്. മേരി വർഗീസ്. ഇപ്പോൾ എന്ത് ചെയ്യുന്നു? വീട്ടിൽ ഹൗസ് വൈഫാണ്. എന്തുകൊണ്ട് മത്സരത്തിൽ പങ്കെടുക്കാമെന്ന് പെട്ടെന്ന് തോന്നി? ബൈബിളൊക്കെ ഒന്ന് പഠിക്കണമെന്നൊരാഗ്രഹമുണ്ട്. ബൈബിൾ പഠിക്കണമെന്ന് ആഗ്രഹം. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഭർത്താവ്, പിന്നെ 2 മക്കൾ. 2 മക്കള്. അവര് ഇവിടെ തന്നെ ഉണ്ടോ? ഇല്ല, 2 പേരും വിവാഹിതരായി. 2 പേരും ന്യൂസിലൻഡിലാണ്. ഒരു കുടുംബമായിട്ട് അവിടെ താമസിക്കുന്നു. പിന്നെ 5 കൊച്ചുമക്കളുണ്ട്. 5 കൊച്ചുമക്കളുണ്ട്. കൊച്ചുമക്കൾ ആരെങ്കിലും കൂടെ ഉണ്ടോ? ഇല്ല, മക്കളുടെ കൂടെ തന്നെയാണ് അവരെല്ലാം. ഇവിടെ വിശ്രമ ജീവിതം നയിക്കുകയാണ്. അപ്പൊ അതിനിടയിൽ ബൈബിൾ വായിക്കാനും ഒക്കെ സമയം കണ്ടെത്തി. നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? കാണാറുണ്ട്. അപ്പൊ നമുക്കിന്ന് മത്സരിച്ച് നോക്കാം എത്രത്തോളം മുൻപോട്ട് പോകും എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. പോകാം മുൻപിലേക്ക്. നമ്മുടെ മത്സരത്തെ കുറിച്ച് ഞാനൊന്ന് വിശദീകരിക്കുകയാണ്. 15 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. സ്ക്രീനിൽ ശ്രദ്ധിച്ചാല് ആദ്യത്തെ 6 ചോദ്യം അവസാനിക്കുമ്പോൾ 1000 രൂപ സമ്മാനം. അടുത്ത 4 ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ 3000 രൂപ സമ്മാനം. 15 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ 10000 രൂപയുടെ ബമ്പർ സമ്മാനമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ 3 റൗണ്ട് ചോദ്യങ്ങളാണ്. ആദ്യത്തെ 6, രണ്ടാമത്തെ 4, അടുത്തത് 5. അങ്ങനെ നമുക്ക് മുഴുവൻ 15 ചോദ്യങ്ങൾ. 15 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ നല്ലൊരു സമ്മാനത്തുക നമുക്ക് ലഭിക്കും. നമുക്ക് മത്സരത്തിലേക്ക് പോകാം. സംശയങ്ങളൊന്നുമില്ല.
5 പുസ്തകവും വായിച്ചിട്ടുണ്ട്. വായിച്ചു. ഓക്കെ, നമുക്ക് മത്സരത്തിലേക്ക് പോകാം. ഇതാ ആദ്യത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം. യേശുക്രിസ്തു പറഞ്ഞതനുസരിച്ച് ദൈവത്തെ കാണുന്നത് ആര്? ഓപ്ഷൻ എ സൗമ്യതയുള്ളവർ, ഓപ്ഷൻ ബി കരുണയുള്ളവർ, ഓപ്ഷൻ സി ഹൃദയശുദ്ധിയുള്ളവർ, ഓപ്ഷൻ ഡി സമാധാനമുണ്ടാക്കുന്നവർ. അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർ. ഓപ്ഷൻ സി ഹൃദയശുദ്ധിയുള്ളവർ എന്ന ഉത്തരം ഉറപ്പിക്കുന്നു. അങ്ങനെ തന്നെ അല്ലേ? സാധാരണ ഒരു ചിന്തകൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ഹൃദയശുദ്ധി ഉള്ളത് പിഞ്ചു കുഞ്ഞുങ്ങൾക്കാണ്. ഇവര് ഉറക്കത്തിൽ ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ഒരു കാരണം ഇവര് ദൈവത്തെ കാണുന്നതുകൊണ്ടാണെന്നൊരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്. വളർന്ന നന്മതിന്മകളെ അറിയുന്ന മനുഷ്യർക്കാർക്കും ഹൃദയശുദ്ധി ഇല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞു വന്നൊരു കാര്യം. കുഞ്ഞുങ്ങൾ അതുകൊണ്ടാണ് ചിരിക്കാറെന്നാണ് പറഞ്ഞത്. ഏതായാലും നമുക്ക് നോക്കാം, ഹൃദയശുദ്ധി ഉള്ളവരാണോ ദൈവത്തെ കാണുന്നത്. ഓപ്ഷൻ സി, ഈ ഉത്തരം ശരിയാണോ? ആ ഉത്തരം ശരിയാണ്. അപ്പോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. രണ്ടാമത്തെ ചോദ്യം, ആർക്കാണ് സുവിശേഷം മറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ എ അവിശ്വാസികൾക്ക്, ഓപ്ഷൻ ബി ഉപേക്ഷിക്കപ്പെട്ടവർക്ക്, ഓപ്ഷൻ സി ബുദ്ധിഹീനർക്ക്, ഓപ്ഷൻ ഡി നശിച്ചു പോകുന്നവർക്ക്. ആർക്കാണ് സുവിശേഷം മറഞ്ഞിരിക്കുന്നത്? ഏകജാതനിൽ വിശ്വസിക്കാത്ത ഏവരും, സുവിശേഷം മറഞ്ഞിരിക്കുന്ന ഏവരും നശിച്ചു പോകുന്നവർക്ക്. ഓപ്ഷൻ ഡി നശിച്ചു പോകുന്നവർക്ക്. നമുക്ക് പരിശോധിക്കാം ആ ഉത്തരം ശരിയാണോ എന്ന്. യെസ്, ആ ഉത്തരമാണ് ശരി. അപ്പം നമ്മൾ ചിന്തിച്ചതുപോലല്ല ചോദ്യങ്ങൾ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള കടുപ്പമുള്ള പുസ്തകം തന്നിട്ട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ടേ അത് വായിച്ചവർക്ക്, അല്പം ശ്രദ്ധയോടുകൂടിയ വായന ഉള്ളവർക്ക് മാത്രം മനസ്സിലാകുന്ന നിലയിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് മുൻപിലുള്ളത്. തന്നെയുമല്ല, ഇത് എനിക്ക് തോന്നുന്നു ഈ മത്തായി ഈ സീരീസിലുള്ള ഒടുവിലത്തെ എപ്പിസോഡുകളായിരിക്കും ഈ എപ്പിസോഡുകൾ. അതുകൊണ്ട് എപ്പിസോഡുകളിൽ നിന്നൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി അതിൽ നിന്നും വീണ്ടും രൂപപ്പെട്ടു വന്ന ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ കഠിനമായ ചോദ്യങ്ങളായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഭയം തോന്നുന്നുണ്ടോ? ചെറിയൊരു ഭയമുണ്ട്. ശരി, ഈ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം. ഇസ്രായേൽ ഗ്രഹത്തിൽ 100 പേരുമായി പുറപ്പെട്ട പട്ടണത്തിൽ എത്ര പേർ ശേഷിക്കും? ഓപ്ഷൻ എ 90, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 50, ഓപ്ഷൻ ഡി 99. ഇസ്രായേൽ ഗ്രഹത്തിൽ 100 പേരുമായി പുറപ്പെട്ട പട്ടണത്തിൽ എത്ര പേര് ശേഷിക്കും? 10. ഓപ്ഷൻ ബി 10 എന്ന ഉത്തരം ഉറപ്പിക്കുന്നു. 10 ആയിരിക്കും അല്ലേ? ഓക്കെ, ഓപ്ഷൻ ബി 10 എന്ന ഉത്തരം ശരിയാണോ? ശരിയാണ്. ആമോസിന്റെ പ്രവചന പുസ്തകത്തിലെ ഒരു വചനമാണ്. അപ്പോൾ ദൈവം അവരോടുകൂടെ പുറപ്പെടുന്നില്ലെങ്കിൽ ആരും തന്നെ ശേഷിക്കയില്ല. ദൈവം ഉണ്ടെങ്കിൽ മാത്രം വലിയൊരു ശേഷിപ്പ് ഉണ്ടാകും. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ റൗണ്ടിലെ 4ാമത്തെ ചോദ്യം. മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ് തന്റെ മകന് പേരിട്ടത് ആര്? ഓപ്ഷൻ എ അഹിനോവം, ഓപ്ഷൻ ബി ഹന്ന, ഓപ്ഷൻ സി അബീഗയിൽ, ഓപ്ഷൻ ഡി ഫീനെഹാസിന്റെ ഭാര്യ. ഓപ്ഷൻ ഡി ഫീനെഹാസിന്റെ ഭാര്യ. അത് ഉറപ്പുള്ളൊരു ഭാഗമല്ലേ? അത് വായിച്ചതിനേക്കാൾ കൂടുതൽ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട് ഇല്ലേ? പ്രസംഗത്തിലൂടെ ശ്രദ്ധിക്കുന്ന ഒരു ഭാഗമാണ്. ഏലി പുരോഹിതൻ കഴുത്തൊടിഞ്ഞു വീണ് മരിച്ച സമയത്ത്, ഹൊഫ്നിയും ഫിനെഹാസും കടയിൽ പട്ടുപോയ സമയത്ത് ഒരു മകനെ പ്രസവിച്ചവൻ ഇഖാബോത്ത് എന്ന് പേരിടുകയാണ്. നമുക്ക് നോക്കാം, അത് ഫിനെഹാസിന്റെ ഭാര്യയാണോ പേരിട്ടത്? ഓപ്ഷൻ ഡി എന്ന ഉത്തരം ശരിയാണോ? യെസ്, ആ ഉത്തരവും ശരിയാണ്. അങ്ങനെ 5ാമത്തെ ചോദ്യം. 2 ചോദ്യത്തിനോട് ഉത്തരം പറഞ്ഞാൽ 1000 രൂപ എന്നൊരു സമ്മാനത്തുക നമ്മൾ വരും, അല്ലെങ്കിൽ ഒന്നുമില്ല. ഒന്നുമില്ലാതെ പോകേണ്ടി വരുമോ? നോക്കാം അല്ലേ? ടെൻഷൻ അടിക്കുന്നുണ്ടോ? ചെറിയൊരു ടെൻഷനുണ്ട്. എന്തിന്? നമ്മൾ മത്സരത്തിൽ വരുന്നു, നമ്മൾ പങ്കെടുക്കുന്നു, സന്തോഷിക്കുന്നു, മടങ്ങിപ്പോകുന്നു.
തോറ്റാലും ജയിച്ചാലും ഇതൊന്നൊന്നുമല്ല. ഇതിൽ എത്രയോ വലിയ പ്രശ്നങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകുന്നു. ബൈബിൾ ബ്രെയിൻസ് ഒരു ടെൻഷനായിട്ട് ആരും എടുക്കാതിരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഓക്കെ, നമുക്ക് 5ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഈ റൗണ്ടിലെ 5ാമത്തെ ചോദ്യം. വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ, ജാതികൾ നിന്നെ വണങ്ങട്ടെ എന്ന് തന്റെ പുത്രനെ അനുഗ്രഹിച്ച് പറഞ്ഞ പിതാവ് ആര്? ഓപ്ഷൻ എ അബ്രഹാം, ഓപ്ഷൻ ബി ഇസഹാക്ക്, ഓപ്ഷൻ സി യാക്കോബ്, ഓപ്ഷൻ ഡി യോസെഫ്. വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ, ജാതികൾ നിന്നെ വണങ്ങട്ടെ എന്ന് പറഞ്ഞത്. യാക്കോബ്. ഒന്നുകൂടെ ആലോചിക്കാം. ഇസഹാക്ക്. തിരിഞ്ഞു പോയല്ലേ? യാക്കോബിനോടാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ഇസഹാക്ക്. യാക്കോബിനോടാണോ പറഞ്ഞു? അതെ, ഇസഹാക്ക് യാക്കോബിനോട് പറഞ്ഞു. യെസ്, അത് അവിടെയാണ് തിരിഞ്ഞു പോയത്. ചോദ്യം ശ്രദ്ധിച്ച് വായിക്കുക. ഓക്കെ, ഓപ്ഷൻ ബി ഇസഹാക്ക് എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. അങ്ങനെ 5 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ഒരു ഉത്തരം ശരിയാകുമ്പോൾ കർത്താവിന് ഒരു നന്ദിയൊക്കെ പറയുന്നുണ്ട്. ശരിയായതിന് നന്ദി. അപ്പോ അടുത്ത ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം. യേശുവിനെ പിടിച്ചവർ യേശുവിനെ ആദ്യം കൊണ്ടുപോയത് ആരുടെ അടുത്തേക്കാണ്? ഓപ്ഷൻ എ മഹാപുരോഹിതനായ കയ്യഫാവിന്റെ അടുക്കൽ, ഓപ്ഷൻ ബി പിലാത്തോസിന്റെ അടുക്കൽ, ഓപ്ഷൻ സി പുരുഷാരത്തിന്റെ നടുവിൽ, ഓപ്ഷൻ ഡി ഹന്നാവിന്റെ അടുക്കൽ. ആരുടെ അടുക്കലാണ് ആദ്യം കൊണ്ടുപോയത് യേശുവിനെ പിടിച്ചവർ? ഹന്നാവിന്റെ. ചിന്തിച്ചു. കയ്യഫാവിന്റെ അടുക്കൽ. മഹാപുരോഹിതനായ കയ്യഫാവിന്റെ അടുക്കൽ. ഓക്കെ, ഓപ്ഷൻ എ മഹാപുരോഹിതനായ കയ്യഫാവിന്റെ അടുക്കൽ എന്ന ഉത്തരം നമുക്ക് ഉറപ്പിക്കാം. മഹാപുരോഹിതന്റെ ദാസന്റെ കാതാണ് പത്രോസ് അറുത്തുകളെ. ഇപ്പൊ മഹാപുരോഹിതന്റെ പട്ടാളമാണ് പിടിക്കാൻ വന്നത്. യേശുവിനെ ആദ്യം കൊണ്ടുപോകുന്നവരുടെ മതക്കോടതിയിലെ മതത്തിന്റെ സമന്വയ നേതാവിന്റെ അടുക്കലാണ്. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ മഹാപുരോഹിതനായ കയ്യഫാവിന്റെ അടുക്കൽ എന്ന ഉത്തരം ശരിയാണ്. ആ ഉത്തരവും വളരെ ശരിയാണ്. അങ്ങനെ 6 ഉത്തരം ശരിയാക്കി ആദ്യ കടമ്പ കടന്നിട്ടുണ്ട്. എന്ത് തോന്നുന്നു? സന്തോഷം. എനിക്കും ചെറിയൊരു സമാധാനം തോന്നുന്നു. ഒരു കടമ്പ കടന്നല്ലോ എന്നുള്ളത്. ചെറിയ പേടിയും ഒരു ഇത് ഓർത്തെടുക്കാൻ പ്രയാസം തോന്നുന്നുണ്ടോ? അല്പം പ്രയാസമുണ്ട്. വായിച്ചെങ്കിലും ഓർത്തെടുക്കുന്നതിലൊക്കെ ഒരു പരിമിതി ഉണ്ട്. തിരക്കുകളും ബുദ്ധിമുട്ടുകളും ഉള്ളത് കൊണ്ടാണോ? അല്ല, വായിച്ച അങ്ങനെ പെട്ടെന്ന് മനസ്സിൽ നിൽക്കാറില്ല. പ്രായമായല്ലോ. ഇപ്പൊ എത്ര വയസ്സുണ്ട് ചോദിക്കാൻ പാടുണ്ട്? 70 വയസ്സുണ്ട്. 70ാമത്തെ വയസ്സിലാണ് ഇത് മുഴുവൻ വായിച്ച് മത്സരിക്കാനായിട്ട് കടന്നു വന്നത്. അത് വലിയൊരു കാര്യമാണ്. അപ്പൊ ഇത്രത്തോളം കടന്നു വന്നല്ലോ, അപ്പൊ അത് വലിയൊരു കാര്യം തന്നെ. അപ്പൊ ഇനിയും ശ്രദ്ധിച്ച് ഉത്തരം പറയാ. മുൻപിലേക്ക് ഇനിയും നമുക്ക് അവശേഷിക്കുന്നുണ്ട് 9 ചോദ്യങ്ങൾ. ആ 9 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയട്ടെ, ശരിയായ ഉത്തരം പറയാൻ കഴിയട്ടെ. ഇനി മുൻപിലേക്ക് പോകുമ്പോൾ 2 ഓപ്ഷൻ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന് പഴയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ, 2 പുതിയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ഏതാണ് വേണ്ടത്? പഴയ നിയമം. പഴയ നിയമം മതി. പഴയ നിയമം കുറച്ച് പാടല്ലേ? സാരില്ല. ഓക്കെ, പഴയ നിയമത്തിൽ നിന്നുള്ള 2ാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം. പറവജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് യഹോവ കൽപ്പിച്ചത് എത്രാം ദിവസം? അഞ്ച്. ഓക്കെ, ഓപ്ഷൻ സി 5 എന്നുത്തരമാണ് മേരിയമ്മ പറഞ്ഞിരിക്കുന്നത്. നോക്കാം ഇത്ര ശരിയാണോ. തെറ്റിപ്പോയാലും സങ്കടപ്പെടുന്ന ഒരു സമ്മാനം നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ, ഓപ്ഷൻ സി 5 എന്നുത്തരം ശരിയാണോ? ആ ഉത്തരം ശരിയായിട്ടുണ്ട്. അപ്പൊ സമ്മാനത്തുക വർദ്ധിച്ചിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയും, ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പോ മുമ്പിലേക്ക് പോകുമ്പോൾ ഇനി ഒരു ചോദ്യത്തിന് ഉത്തരം അറിയില്ല. അങ്ങനെയാണെങ്കിൽ മത്സരം ചോദ്യം കണ്ടതിന് ശേഷം അവിടെ അവസാനിപ്പിക്കാം.
അപ്പൊ ഇപ്പോൾ ഏത് സമ്മാനത്തുകയിലാണോ നിൽക്കുന്നത്, ഈ ചോദ്യത്തിന് ശേഷം ആ സമ്മാനത്തുക കിട്ടും. ഇനി അല്ല, ഉത്തരം പറഞ്ഞ് അത് തെറ്റിപ്പോയെങ്കിൽ ഈ റൗണ്ടിൽ കഴിഞ്ഞ റൗണ്ടിലെ സമ്മാനത്തുക ഏതാണോ അതേ കിട്ടൂ. അല്ലെങ്കിൽ തൊട്ട് മുമ്പിലത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ ഉള്ള തുക കിട്ടും. അല്ലാത്ത പക്ഷം ആദ്യത്തെ റൗണ്ടിലെ 1000 രൂപയുടെ സമ്മാനമാണ് കിട്ടുക. മുമ്പോട്ട് പോകുമ്പോൾ അറിയത്തില്ലെങ്കിൽ മത്സരം അവസാനിപ്പിക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് മുമ്പിലുണ്ട്. ഓക്കെ, മുമ്പിലേക്ക് പോകാം. എന്ത് തോന്നുന്നു? മുന്നോട്ട് പോകാം. ഓക്കെ, രണ്ടാമത്തെ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. നാസ്തിയായി ഭവിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ഇവയിൽ ഏത് സ്ഥലത്തെ കുറിച്ചാണ്? ഓപ്ഷൻ എ ഗിൽഗാൽ, ഓപ്ഷൻ ബി ബേർഷേബ, ഓപ്ഷൻ സി ബെഥേൽ, ഓപ്ഷൻ ഡി യെരുശലേം. ബെഥേൽ. ഓപ്ഷൻ സി ബെഥേൽ. വായിച്ചു. അതെങ്ങനെ പ്രസംഗം കേട്ട് ഓർമ്മ വന്നതാണോ വായിച്ച ഓർമ്മ വന്നത്? നാസ്തിയായി ഭവിക്കുമെന്ന് ഈ ഞായറാഴ്ച പാഷ പ്രസംഗിച്ചു. നാസ്തി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാണ്ടായി തീരും. ഓ, പ്രസംഗിച്ചു. ബദേലെന്നങ്ങ് പറഞ്ഞില്ല, എന്നാലും ബദേൽ വായിച്ചപ്പോ അത് ഒന്നുമില്ലാതായി തീരും എന്നുള്ളത് അങ്ങനെ മനസ്സിൽ വന്നു. ഓക്കെ, എട്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ബെഥേൽ എന്ന ഉത്തരം ശരിയാണോ? യെസ്, ബെഥേൽ എന്ന ഉത്തരം ശരിയാണ്. ഇങ്ങനെ 8 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. 2000 രൂപ സമ്മാനത്തുകയിൽ എത്തിയിട്ടുണ്ട്. ഇനി 2 ചോദ്യങ്ങളും കൂടെ ഉണ്ട് ഈ റൗണ്ടിൽ. തെറ്റിച്ചാൽ 1000ലേക്ക് പോകും. ഇനി ഉത്തരം പറയുന്നില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള സമ്മാനത്തുക കിട്ടും. ഓക്കെ ആണല്ലോ? മുമ്പിലേക്ക് പോകാം. ഇപ്പൊ സന്തോഷമൊക്കെ തോന്നില്ലേ? ഓക്കെ, രണ്ടാമത്തെ റൗണ്ടിലെ 3ാമത്തെ ചോദ്യം. ഇസ്രായേലിന്റെ മഹത്വമായവൻ ഭോഷ്ക് പറയുകയില്ല, അനുതപിക്കുകയുമില്ല. അനുതപിപ്പാൻ അവൻ മനുഷ്യനല്ല. ആര് ആരോട് പറഞ്ഞു? ശമൂവേൽ ശൗലിനോട്, ശമൂവേൽ ഇസ്രായേൽ മക്കളോട്, ശമൂവേൽ ദാവീദിനോട്, യഹോവ ആമോസിനോട്. ആരാരോട് പറഞ്ഞു? സംശയമുണ്ടെങ്കിൽ അവസാനിപ്പിക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അവസാനിപ്പിക്കുന്നു. സമയം കഴിഞ്ഞോ? സമയം പറഞ്ഞു. ഒരു 30 സെക്കൻഡ് കൂടെ തരാം. യഹോവ ആമോസിനോട്. ഉറപ്പിക്കാം. മത്സരം അവസാനിപ്പിക്കുന്നില്ല. ഉറപ്പിക്കുവാണ്. അവസാനിപ്പിക്കുന്നില്ല. ഓക്കെ, ഓപ്ഷൻ ഡി യഹോവ ആമോസിനോട്. തെറ്റിപ്പോയ സങ്കടം തോന്നുന്നു? ഇല്ല. അവസാനിപ്പിക്കുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ നല്ല തീരുമാനമായേനെ. ഇനി ശരിയാണെങ്കിൽ മുന്നോട്ട് പോകാൻ കാണിച്ച തീരുമാനവും ധൈര്യപൂർവ്വമുള്ള തീരുമാനം ഏതാന്ന് നമുക്കറിയില്ല. നോക്കിയാലോ? ഓക്കെ, ഓപ്ഷൻ ഡി യഹോവ ആമോസിനോട് എന്ന ഉത്തരമാണോ ശരി? ഇതാ വരുന്നു. അല്ല, ഇത് ശമൂവേൽ ശൗലിനോടാണ് പറഞ്ഞത്. അത് ആ ഉത്തരം മാത്രം തെറ്റിപ്പോയിരിക്കുന്നു. ഏതായാലും 9 ചോദ്യങ്ങൾ വരെ മേരിയമ്മാമ 70-ാം വയസ്സിൽ പ്രാർത്ഥിച്ചു വായിച്ച് 9 ചോദ്യങ്ങൾ വരെ എത്തി. 1 ശമൂവേൽ 15:29 ഈ വാക്യം ശമൂവേൽ ശൗലിനോട് പറയുന്നത്. ശൗലിന്റെ രാജ്യത്വം നീക്കുമ്പോഴുള്ള ഭാഗങ്ങളാണ്. എന്ത് തോന്നുന്നു? മത്സരത്തിൽ പങ്കെടുത്തിട്ട് സന്തോഷം തോന്നുന്നു. ഇത്രത്തോളം ചോദ്യത്തിലേക്ക് വന്നല്ലോ, അത് വലിയൊരു കാര്യമാണ്. നമ്മുടെ പകുതി കടന്നിരിക്കുന്നു. 8 കിടക്കുമ്പോൾ തന്നെ നമ്മുടെ പകുതി കടന്നു. 15 ചോദ്യങ്ങളെ നമുക്കുള്ളൂ. പകുതി ചോദ്യങ്ങളെ നേരിട്ടു. അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നതിന്റെ വാതിക്ക വരെ നമ്മൾ എത്തി. ആ വാതിൽ വന്നപ്പോ ആ വാതിൽ സ്വയമായിട്ട് അങ്ങനെ അടച്ചു. വളരെ സന്തോഷകരം. ഈ പ്രായത്തിൽ അനേകർക്ക് മാതൃകയായി വായിച്ചു വന്ന് മത്സരിക്കാൻ കാണിച്ചൊരു ധൈര്യം അത് വളരെ പ്രശംസനീയമാണ്. അപ്പോൾ തുടർന്നും മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാം അമ്മച്ചിയുടെ ഈ മത്സരം ഇതൊക്കെ കാണുമ്പോൾ അവർക്കൊരു പ്രചോദനമാവട്ടെ. അമ്മച്ചി പോയി മത്സരിച്ചു, അമ്മച്ചി സമ്മാനം നേടി, അമ്മച്ചി ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു പ്രത്യേക സന്തോഷമായിരിക്കും. ആ സന്തോഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇനി ഒരുപാട് മത്സരങ്ങൾ പങ്കെടുക്കണം കേട്ടോ. ഇത് ഈ പ്ലാറ്റ്ഫോമിൽ വരാനും പങ്കെടുക്കാനും ഒക്കെ പറ്റുന്ന ജീവിതത്തിലൊരു വെറൈറ്റി അനുഭവം എന്ന് മാത്രം. ഇനിയും ദൈവം സഹായിക്കട്ടെ.
ബൈബിൾ ബ്രെയിൻസിന്റെ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും ഞങ്ങൾ പ്രത്യേകം അറിയിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വീണ്ടും ഞങ്ങളോടൊപ്പം തുടരുക. നിങ്ങൾക്കും മത്സരിക്കാം, പങ്കാളികളാകാം. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു മത്സരാർത്ഥിയുമായി കാണുന്നവരെ ഗുഡ് ബൈ. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബദേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബദേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണാവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്തിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്തിന്റെ ചരിത്രം വിരൽ തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473727226 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live.